ശ്രീമദ് ഭാഗവതം കുടുംബസംഘത്തിലെ 12ാമത്തെ അധ്യായമാണ് അതിന്റെ സാരാംശമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ 12ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിന്റെ ജന്മത്തെക്കുറിച്ചും പിന്നീട് അദ്ദേഹത്തിന്റെ ധർമ്മത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. പരീക്ഷത്തിന്റെ ജനനം മുതൽ ഈ അധ്യായത്തിൽ വർണ്ണിച്ചു തുടങ്ങുന്നത്. ഉത്തരയുടെ ഗർഭത്തിൽ ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ശിശു തന്നെ രക്ഷിക്കാൻ വന്ന ഒരു അത്ഭുത പുരുഷനെ കാണുന്നു. തള്ളവിരൽക്ക് മാത്രം വലിപ്പമേ ഉള്ളൂ. സ്വർണ്ണ കിരീടം, പിന്നെ ആഭരണങ്ങൾക്ക് അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് 4 തൃക്കൈകളും കൊണ്ട് അതിസുന്ദരമായ രൂപം, യഥാപാണിയായിട്ട് തന്നെ ആക്രമിക്കാൻ വന്ന ആ അസ്ത്രത്തിനെ എതിർത്ത് തന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ സമയമായപ്പോൾ ശുഭമുഹൂർത്തത്തിൽ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ യുധിഷ്ഠിരർ ദാനങ്ങളും പിന്നെ യാഗങ്ങളും പിന്നെ പണ്ഡിതന്മാർക്കൊക്കെ ദക്ഷിണകളും കൊടുത്ത് ശിശുവിന്റെ ഭാവിയെപ്പറ്റി പറയാനായി പറയുന്നു. അപ്പോൾ അവർ വളരെ ശ്രദ്ധയോടു കൂടിയാണ് പറയുന്നത്, സന്തോഷത്തോടു കൂടി അവർ പറയുന്നു. എന്തെന്ന് വെച്ചാൽ ശ്രീഹരിയാണ് ഇവനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത്. അതായത് അപ്പം ശ്രീ വിഷ്ണുവാണ് ഈ കുട്ടിയെ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന പേര് ഇവന് നൽകുന്നു. അതുകൊണ്ട് അവരെല്ലാം കൂടെ വിഷ്ണുരാധൻ എന്ന പേരാണ് ഈ കുട്ടിക്ക് നൽകിയത്. പിന്നെ വിശ്വാവംശത്തിലെ ശ്രീരാമചന്ദ്രൻ ശിബി ചക്രവർത്തിയെ പോലെയും അർജുനനെ പോലെയും ഈ ലോകത്ത് പേരുകെട്ട ആരൊക്കെയുണ്ട് അവരൊക്കെ പോലെ ആകുമെന്നും അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ പ്രശസ്തമായി തീരും, ഉത്തമനായി തീരുമെന്നും എല്ലാവർക്കും ദാനധർമ്മങ്ങളും അശ്വമേധയാഗം നടത്തുമെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ വിശ്വരാധൻ താൻ ഗർഭത്തിൽ വെച്ച് കണ്ട രൂപത്തെ എല്ലാവരിലും പരീക്ഷിച്ചു നോക്കി. ആരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? അങ്ങനെ പരീക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് വിഷ്ണുരാധന് പരീക്ഷിത്ത് എന്നുള്ള പേര് കിട്ടി. അങ്ങനെയാണ് അറിയപ്പെട്ടത്. പരീക്ഷത്തിന്റെ മരണത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് കേട്ട് പാണ്ഡവന്മാർ എല്ലാം കേട്ട് സംതൃപ്തരായി. പിന്നെ ഭാരതയുദ്ധത്തിൽ സംഭവിച്ച തന്റെ ബന്ധുജനങ്ങളുടെ വധത്തെ സംബന്ധിച്ച് പാപ ശാന്തിക്ക് വേണ്ടി യുധിഷ്ഠിർ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. ഇതിനെ തന്റെ രാജ്യത്തിലെ ജനങ്ങൾ തരുന്ന അവരുടെ ധനം എടുക്കാതെ, കപ്പം മൂലം അവർ തരുന്ന ധനം എടുക്കാതെ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം ഉത്തരദിക്കും മരുത്തൻ എന്ന രാജാവിന്റെ യാഗത്തിൽ ബ്രാഹ്മണർ ഉപേക്ഷിച്ചു പോയ അതായത് അവരുടെ ധനവും സാമഗ്രിയും കൊണ്ട് യാഗം നടത്താമെന്ന് തീരുമാനിച്ചു. അത് ഭഗവാന്റെ പ്രേരണ മൂലം, ഭഗവാനാണ് അത് പറഞ്ഞു കൊടുത്തത്. ശ്രീകൃഷ്ണനെ ആദ്യമായിട്ട് ക്ഷണിച്ചു. വളരെ ഭംഗിയായി അശ്വമേധയാഗം നടന്നു. പിന്നെ ആ യാഗം നടന്നിട്ട് കുറച്ചു ദിവസം കൂടി ശ്രീകൃഷ്ണനെ അവരുടെ കൂടെ താമസിക്കാനായിട്ട് അവർ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അവിടെ, അതായത് ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ വീടുമാണല്ലോ, അതുകൊണ്ട് ശ്രീകൃഷ്ണൻ സമ്മതിച്ചു. അങ്ങനെ ദ്വാരകൾ തിരിച്ചു പോകുമ്പോൾ അർജുനനെയും കൂടെ കൂട്ടി കൊണ്ടുപോകുന്നു. ഇത്രയും പറഞ്ഞാണ് 12ാമത്തെ അധ്യായം അവസാനിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.